10 മണിക്ക് ആരംഭിച്ച രക്ഷാദൗത്യമാണ് 3:15 പൂർത്തിയാകുന്നത്. പ്രദേശത്ത് 22ഓളം കുടുംബങ്ങൾ മാറി താമസിച്ച സമയത്ത് ബന്ധു വീട്ടിലേക്ക് പോയി തിരികെ ഭക്ഷണം കഴിക്കാനായി എത്തിയതായിരുന്നു സന്ധ്യയും ഭർത്താവ് ബിജുവും. ഇവർക്കൊരു മകൾ കൂടിയുണ്ട്. മകൾ ഇപ്പോഴും തറവാട്ട് വീട്ടിൽ തന്നെയാണ്. അവർ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് എത്തിയ സമയത്തുണ്ടായ ഒരു ദുരന്തം അതാണ് അവരെ നിലവിൽ അവരുടെ ജീവനും ആപത്താകുന്ന രീതിയിലേക്ക് മാറിയത്. വലിയ രീതിയിൽ 22ഓളം കുടുംബങ്ങൾ മാറിയപ്പോൾ അവർക്ക് തിരിച്ചെത്തിയപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് നിലവിൽ ഇതിന് കാരണമായത്. എന്താണെങ്കിലും ദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അതായത് ബിജുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗത്യം ഇനിയും തുടരേണ്ടതുണ്ട്. ബിജുവിനെ പുറത്തെടുക്കേണ്ടതുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഭീമടക്കമുള്ള കാര്യങ്ങൾ മാറ്റി സന്ധ്യയെ ആരോഗ്യവതിയായി തന്നെ മറ്റ് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഇനി അവശേഷിക്കുന്നത് ബിജുവിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ബിജുവിൻ്റെ കാര്യത്തിൽ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിലും വിശദമായ പരിശോധന നടത്തേണ്ട കാര്യമുണ്ട്. ബിജുവിനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതെ, അതാണിപ്പോൾ നോക്കുന്നത്. ഏറെക്കുറെ അതൊരു വിഷമമായ ഒരു സ്ഥിതിയിലാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതി മോശമാണെന്നാണോ അതോ ഏറെക്കുറെ പ്രതികരണം ഇല്ലാത്തൊരു രീതിയിലാണ് കാണുന്നത്. നിലവിൽ ഈ ബിജുവിൻ്റെ ദേഹത്തേക്ക് കല്ലുകൾ. അതെ അതെ, ബിജു ഈ ലേഡിയുടെയും താഴെയായിരുന്നു. അപ്പോൾ അത് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ റിക്കവറി സാധ്യമാകുന്നുള്ളതാണ്. കാരണം അത് തുടക്കം മുതലേ പ്രതികരണം അല്പം കുറവായിട്ടാണ് കാണുന്നത്. അപ്പം അല്ലാത്ത രീതിയിലുള്ള റിക്കവറിക്ക് ശേഷം നോക്കുന്നതാണ് നല്ലത്. തുടർന്നുകൊണ്ട് പോവുക തന്നെയാണ് ബിജുവിനെ പുറത്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നത്. പക്ഷേ ബിജു താഴെ വശത്തും സന്ധ്യ മുകളിലുമായിരുന്നു. തീർച്ചയായിട്ടും ഒരു അലമാരി ഈ പറയുന്ന കോൺക്രീറ്റ് പാളിയും ഒരുമിച്ച് ജാമായി തിക്കായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കോൺക്രീറ്റ് ബീം അത് തുളച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലതാമസം മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ ഉടനെ തന്നെ ബിജുവിനെ കൂടി പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ പ്രതികരണം അല്പം മോശമായ ഒരു രീതിയിലാണ് കാണുന്നത്. ബിജുവിൻ്റെ പ്രതികരണമില്ലാത്ത ബാക്കി കാര്യങ്ങളിൽ നല്ലൊരു ശാസ്ത്രീയ പഠനം ഉൾപ്പെടെ അതിന് ആവശ്യമായിട്ടുണ്ട്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആളുകളെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 22ഓളം കുടുംബങ്ങളെ കൃത്യമായ നിർദ്ദേശത്തിനനുസരിച്ച് ക്യാമ്പിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പരിശോധിച്ച് പറയുന്നതാണ് എൻ്റെ ഒരു. അല്ല, എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അല്ലാതെ അതിനകത്തൊരു ആർക്കെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അത് കൃത്യമായി പരിശോധിച്ച് നടപടി എടുക്കുക. അത് ബിജുവിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇടുക്കി MP കൂടിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസ് പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായ ശേഷം ഇവിടേക്ക് എത്തിയതിൽ ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായവരിൽ ഒരാൾ കൂടിയാണ് ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ്. നിലവിൽ ഇനി അതിനധികം സമയം വേണ്ടി വരില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ആരോഗ്യകാര്യം, അതായത് ബിജുവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച വിഷയത്തിൽ ആശങ്ക ഉണ്ട് എന്നൊരു കാര്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സന്ധ്യ റിക്കവറി ചെയ്തതിൽ നിന്നും ഒരുപാട് താഴെയായിട്ടായിരുന്നു ബിജുവിനെ കണ്ടെത്തിയത്. ബിജുവിൻ്റെ ദേഹത്ത് ഒരു അലമാര വീണിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരു ഭീമും ഉണ്ടായിരുന്നു. ഇത് കൂടാതെയാണ് സന്ധ്യയുമുണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.